ഹായ് എവരി വൺ. അടുത്തതായിട്ട് നമുക്ക് മൂവിങ് കോയിൽ വോൾട്ട്മീറ്ററിൻ്റെയും അമ്മീറ്ററിൻ്റെയും റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ റേഞ്ച് എക്സ്റ്റൻഷൻ ഓഫ് മൂവിങ് കോയിൽ വോൾട്ട്മീറ്റർ ആൻഡ് അമ്മീറ്റർ. എക്സ്റ്റൻഷൻ ഓഫ് ആദ്യം നമുക്ക് എക്സ്റ്റൻഷൻ ഓഫ് മൂവിങ് കോയിൽ വോൾട്ട്മീറ്റർ എങ്ങനെയാണ് നോക്കാം. അതിനകത്ത് നമ്മളൊരു വോൾട്ട്മീറ്റർ എന്ന് പറയുമ്പം ഒരു വോൾട്ട്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, മീറ്ററിന് സീരീസ് ആയിട്ട് മൾട്ടിപ്ലൈ റെസിസ്റ്റേഴ്സ് ആഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. The voltage range of the meter movement can be extended by adding a resistor in series. ഇപ്പോൾ ഒരു മീറ്റർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു മീറ്ററിൻ്റെ വോൾട്ടേജ് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, സീരീസ് ആയിട്ട് റെസിസ്റ്റേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ്. The value of this resistor must be such that when added to the meter coil resistors, the total resistance limits the current to the full scale deflection current rating of the meter for any applied voltage. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് നമ്മൾ എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ മൾട്ടിപ്ലയർ റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക. നമ്മൾ ഏത് വോൾട്ടേജ് ആണോ അതിനകത്ത് മെഷർ ചെയ്യുന്നതെങ്കിലും അതിനകത്ത് ഏത് വോൾട്ടേജ് റേറ്റിംഗ് നമ്മൾ എത്ര മാറ്റി കൊടുത്താലും അതിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് ലിമിറ്റായിരിക്കണം. ആ ഒരു ലിമിറ്റിൽ തന്നെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ടിൻ്റെ ലിമിറ്റിൽ തന്നെ ആയിരിക്കണം കറണ്ട് ഉണ്ടാവേണ്ടത്. എത്ര വോൾട്ടേജ് അപ്ലൈ ചെയ്താലും ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ടിനേക്കാളും കറണ്ട് കൂടാൻ പാടില്ല. ആ രീതിയിലായിരിക്കണം നമ്മളൊരു റെസിസ്റ്റർ അതിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു 1 മില്ലി ആംപിയർ കറണ്ട് റേറ്റിംഗ് ഉള്ളൊരു മീറ്റർ സ്കെയിലാണ് ഉള്ളത്, മീറ്റർ മൂവ്മെൻ്റ് ആണുള്ളത്. അതിൻ്റെ മീറ്റർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1000 ohms ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിൽ 10 വോൾട്ട് വരെ 10 വോൾട്ട് മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഓംസ് ലോ പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 വോൾട്ടാണ് നമ്മൾ മെഷർ ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു റെസിസ്റ്ററിൻ്റെ അക്രോസ് 10 വോൾട്ടാണ് വരുന്നതെങ്കിൽ റെസിസ്റ്ററിൻ്റെ വാല്യൂ 1000 മീറ്റർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1000 ohms ആയിരുന്നു. അപ്പോൾ 10 ohms ലോ ഉപയോഗിച്ച് നമ്മൾ I = V/R അല്ലെങ്കിൽ I = E/R എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ആ മീറ്റർ മൂവ്മെൻറ്റിൽ എത്ര കറണ്ട് വരുന്നു നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, E/R എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10/1000 എന്ന് കിട്ടും. 10/1000 നമുക്കിവിടെ എന്താ കിട്ടുന്നത്, 10 മില്ലി ആംപിയർ ആണ് കിട്ടുന്നത്. നമുക്കറിയാം ആ സ്കെയിലിൻ്റെ റേറ്റിംഗ് എത്രയായിരുന്നു, അല്ലെങ്കിൽ ആ മീറ്ററിൻ്റെ റേറ്റിംഗ് കറണ്ട് എത്രയായിരുന്നു, 1 മില്ലി ആംപിയർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ റേറ്റിംഗ് കറണ്ട് 1 മില്ലി ആംപിയർ ആണെങ്കിൽ ആ 1 മില്ലി ആംപിയറിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ നമ്മൾ മീറ്റർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് 1000 ohm മാത്രമേ ഇപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ടുള്ളൂ. ആ കേസിൽ നമുക്ക് 10 മില്ലി ആംപിയർ ആണ് വരിക. പക്ഷേ ആ മീറ്ററിന് 1 മില്ലി ആംപിയർ മാത്രമേ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുള്ളൂ. 10 മില്ലി ആംപിയർ വന്നു കഴിഞ്ഞാൽ മീറ്ററിൻ്റെ കോയിൽ ബേൺ ചെയ്തു പോകും. സോ നമ്മൾ എന്ത് ചെയ്യണം, സീരിയസ് ആയിട്ട് റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ കറണ്ടിനെ 10 മില്ലി ആംപിയറിൽ നിന്നും കുറച്ച് കൊണ്ടുവന്ന് 1 മില്ലി ആംപിയറിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ബട്ട് ഈ കേസിൽ മീറ്റർ കറണ്ട് ക്യാൻ ബി ലിമിറ്റഡ് ടു 1 മില്ലി ആംപിയർ ഇഫ് എ മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് R മൾട്ടിപ്ലയർ ഈസ് ആഡഡ് ഇൻ സീരീസ് വിത്ത് മീറ്റർ റെസിസ്റ്റൻസ് RM. ഈ കേസിൽ നമ്മൾ പറയുന്നത് മീറ്റർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RM ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യുന്ന മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R മൾട്ടിപ്ലയർ എന്നും കൂടിയാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് വരും, R മൾട്ടിപ്ലയർ പ്ലസ് RM ആയിരിക്കും. ഇനി ഓംസ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം നമ്മളവിടെ ഉദ്ദേശിക്കുന്ന വോൾട്ടേജ്, കോയിലിൻ്റെ വോൾട്ടേജ് എത്രയാണോ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനെയാണ് Emax എന്ന് പറയുന്നത്. അത് ടോട്ടൽ വോൾട്ടേജ്, മാക്സിമം വോൾട്ടേജ് നമ്മളിനി 10 വോൾട്ടിലേക്കാണ് നമ്മൾ അതിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10 വോൾട്ടാണ് Emax എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ IM എന്ന് പറയുന്നത് മീറ്റർ കോയിലിലൂടെ പോകാവുന്ന ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട്. അത് എത്രയാണ്, 1 മില്ലി ആംപിയറിൽ നമുക്ക് ലിമിറ്റ് ചെയ്യണം. സോ നമ്മൾ R = V/R റേഷ്യോ ഉപയോഗിച്ചിട്ട് Emax by IM എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പം 10 വോൾട്ട് ഡിവൈഡ് ബൈ 1 മില്ലി ആംപിയർ, 1 മില്ലി ആംപിയറിനാണ് 0.001 ആംപിയേഴ്സ് എന്ന് കൊടുത്തിട്ടുള്ളത്. വാല്യൂ എന്ത് കിട്ടും, 10,000 ohms എന്നാണെന്ന് കിട്ടും. നമ്മുടെ മീറ്റർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരുന്നു, 1000 ohms. അപ്പോൾ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് 10,000 ohms കിട്ടി. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്തായിരിക്കും, R ടോട്ടലിൽ നിന്നും RM മൈനസ് ചെയ്യുക. അതായത് 10,000 മൈനസ് 1000 ചെയ്ത് കഴിഞ്ഞാൽ 9,000 ohms ആണ് നമ്മൾ മൾട്ടിപ്ലയർ ആയിട്ട് കൊടുത്ത റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് കിട്ടും. അപ്പോൾ അതായത് നമ്മളൊരു ഒരു ബേസിക് 1 മില്ലി ആംപിയറിൻ്റെ മീറ്ററിനകത്ത് നമ്മൾ അതുപോലെ 1000 ohms മീറ്റർ മൂവ്മെൻ്റ് ഉള്ള ഒരു 1 മില്ലി ആംപിയറിൻ്റെ ഡിവൈസിന് നമുക്കിപ്പോൾ എത്ര മെഷർ ചെയ്യാനായിട്ട് കഴിയും, 10 വോൾട്ട് വരെ മെഷർ ചെയ്യാനായിട്ട് നമുക്കിപ്പം കഴിയും. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്,
1 മില്ലി ആംപിയർ മെഷർ ചെയ്യാവുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്സിൽ 1000 ഓം മീറ്റർ മൂവ്മെൻറ്റ് 1000 ഓംസ് ആണ് മീറ്റർ മൂവ്മെൻറ്റിനുള്ളത്. അപ്പോൾ മീറ്ററിനോട് നമ്മൾ സീരീസ് ആയിട്ടൊരു 9000 ഓംസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ 10 വോൾട്ട് വരെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. മീറ്റർ സ്കെയിൽ മസ്റ്റ് നൗ ബി റീകാലിബ്രേറ്റഡ് ഫ്രം 0 to 10 വോൾട്ട്. നമ്മൾ ആദ്യമേ അതിൻ്റെ കാലിബ്രേഷൻ 0 to 10 വോൾട്ട് വരെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ മീറ്റർ സ്കെയിലിനെ നമ്മൾ റീകാലിബ്രേറ്റ് ചെയ്തിട്ട് 0 മുതൽ 10 വോൾട്ട് വരെ മെഷർ ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, റീകാലിബ്രേറ്റ് ചെയ്യണം. ചില കേസിൽ എന്ത് ചെയ്യില്ല, അങ്ങനെ റീകാലിബ്രേറ്റ് ചെയ്യാതെ അതേ മീറ്റർ മൂവ്മെൻറ്റിൻ്റെ മെഷർമെൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യുക, കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ 10 ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 0 to 1 വോൾട്ട് വരെ മെഷർ ചെയ്യാനാണ് നമുക്ക് ആദ്യമേ കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നതെങ്കിലും കിട്ടുന്ന റീഡിങ്ങിൻ്റെ കൂടെ ഒരു 10 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത റേഞ്ചിലുള്ള വോൾട്ട് മീറ്റർ റീഡിങ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പ്രപ്പോസ്ഡ് വോൾട്ട് നമ്മൾ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ നമ്മൾ എത്ര ഫാക്ടർ ഉപയോഗിച്ചിട്ടാണ് കിട്ടുന്ന റീഡിങ്ങിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഈക്വൽ ടു പ്രപ്പോസ്ഡ് വോൾട്ട് മീറ്റർ റേഞ്ച് ഡിവൈഡ് ബൈ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ മൂവിങ് കോയിൽ അറ്റ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. പ്രപ്പോസ് ചെയ്യുന്ന വോൾട്ട് മീറ്റർ റേഞ്ച്, നമ്മൾ പുതുതായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന വോൾട്ട് മീറ്റർ റേഞ്ച്, അതാണ് ക്യാപിറ്റൽ വി കാണിച്ചിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് മൂവിങ് കോയിൽ അറ്റ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഇവിടെ എത്രയായിരുന്നു? ആദ്യത്തെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ആദ്യവും ശേഷവും ഒരേ വാല്യൂ തന്നെയാണ് 1 മില്ലി ആംപിയർ. 1 മില്ലി ആംപിയറിൻ്റെ ഡിവൈസ് ആണെങ്കിലും ഫോർ എക്സാമ്പിൾ 1 മില്ലി ആംപിയർ ആണ് എന്നുണ്ടെങ്കിൽ ആ 1 മില്ലി ആംപിയറിൽ അവിടെ വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ് എന്ന് മീറ്റർ കോയിലിന് മാത്രമാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ കേസിൽ നമ്മൾ സ്മോൾ വി, നമ്മൾ ആദ്യത്തെ വോൾട്ടേജാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ 1 മില്ലി ആംപിയർ ഇൻറ്റു 1000 ഓംസ് അത്രമാത്രം ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് സ്മോൾ വി. ക്യാപിറ്റൽ വി ബൈ സ്മോൾ വി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കിട്ടും. ആർ മൾട്ടിപ്ലയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ തന്നു കഴിഞ്ഞാൽ MF -1 ഇൻറ്റു RM. RM എന്ന് പറയുന്നത് മീറ്റർ കോയിലിൻ്റെ റെസിസ്റ്റൻസ്. MF എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ, R മൾട്ടിപ്ലയർ എന്ന് പറയുന്നതാണ് R മൾട്ടി എന്ന് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു എക്സാമ്പിൾ വരെ ഒരു 1 മില്ലി ആംപിയർ മീറ്ററിനാണുള്ളത്. കോയിൽ റെസിസ്റ്റൻസ് 1000 ഓംസ് തന്നെയാണ്. നമുക്ക് 100 വോൾട്ടാണ് മെഷർ ചെയ്യേണ്ടതെങ്കിലോ നമ്മൾ 10 വോൾട്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ വി ബൈ സ്മോൾ വി, ഇവിടെ ക്യാപിറ്റൽ വി എന്താണ്? 100 വോൾട്ട്. സ്മോൾ വി എന്താണ്? സ്മോൾ വി എന്ന് പറയുന്നത് മീറ്റർ കോയിലിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് 1 മില്ലി ആംപിയർ ഇൻറ്റു 1000 ഓംസ് 1 വോൾട്ട് എന്ന് കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 100/1 100 ആണെന്ന് കിട്ടും. ആർ മൾട്ടിപ്ലയർ 100 - 1 ഇൻറ്റു 1000 എന്ന് പറയുമ്പോൾ 99,000 ഓംസ് ആണ് നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ട മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് എന്ന് കിട്ടി. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് സെൻസിറ്റിവിറ്റി ഓഫ് വോൾട്ട് മീറ്റർ. ഓംസ് പെർ വോൾട്ട് റേറ്റിംഗ് ഈസ് ദ വോൾട്ട് മീറ്റർ സെൻസിറ്റിവിറ്റി. ഒരു വോൾട്ട് മീറ്ററിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഓംസ് പെർ വോൾട്ട് റേറ്റിംഗ് ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് റിക്വയർഡ് ഫോർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. ഒരു ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷന് ആവശ്യമായിട്ട് വരുന്ന റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ മൾട്ടിപ്ലയർ റെസിസ്റ്റൻസും എല്ലാം ആഡ് ചെയ്തതിൻ്റെ ശേഷം വരുന്ന ലാസ്റ്റ് ടോട്ടൽ റെസിസ്റ്റൻസ് ആണിത്. അതായത് RM + R മൾട്ടിപ്ലയർ. ദ റെസിസ്റ്റൻസ് റിക്വയർഡ് ഫോർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷന് ആവശ്യമായിട്ട് വരുന്ന ടോട്ടൽ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി ഓഫ് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. 1 മില്ലി ആംപിയർ 1000 ഓം മീറ്റർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വോൾട്ട് അറ്റ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. ഒരു ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷനിൽ 1 വോൾട്ടാണ് അവിടെ വരുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ദെർഫോർ ഇറ്റ്സ് ഓം പെർ വോൾട്ട് റേറ്റിംഗ് ഈസ് 1000 / 1. ഓംസ് പെർ വോൾട്ട് റേറ്റിംഗ് എത്രയായിരിക്കും? 1000 / 1 എന്നായിരിക്കും. 1000 / അല്ലെങ്കിൽ ഓംസ് പെർ വോൾട്ട് റേറ്റിംഗ് നമുക്ക് എങ്ങനെ എഴുതാം? Emax / IM എന്നുകൂടി എഴുതാം. ദെൻ മൾട്ടി റേഞ്ച് വോൾട്ട് മീറ്റേഴ്സ്. ഇനി ഒരു വോൾട്ട് മീറ്ററിൽ തന്നെ നമുക്ക് പല റേഞ്ചിലുള്ള നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മൾട്ടി റേഞ്ച് വോൾട്ട് മീറ്റർ കണ്ടെയ്ൻസ് സെവറൽ മൾട്ടിപ്ലർ റെസിസ്റ്റേഴ്സ് ദാറ്റ് ക്യാൻ ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് മീറ്റർ മൂവ്മെൻറ്റ്. മീറ്റർ മൂവ്മെൻറ്റിന് സീരീസ് ആയിട്ട് പല റേഞ്ചിലുള്ള റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് റേഞ്ചിലുള്ള വോൾട്ട് മീറ്റേഴ്സിനെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു റേഞ്ച് സ്വിച്ചാണ്. കണക്ട് ദ പ്രോപ്പർ റെസിസ്റ്റർ ഓർ റെസിസ്റ്റേഴ്സ് ഫോർ ഡിസൈർഡ് റേഞ്ച്. ഡിസൈർഡ് റേഞ്ചിന് ആവശ്യമായിട്ടുള്ള പ്രോപ്പർ റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ട് റേഞ്ച് സ്വിച്ചിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് മൾട്ടി റേഞ്ച് വോൾട്ട് മീറ്റർ വർക്ക് ചെയ്യുന്നത്. ഇൻ സം കേസസ് സെപ്പറേറ്റ് ടെർമിനൽസ് ഫോർ ഈച്ച് റേഞ്ച് ആർ മൗണ്ടഡ് ഓൺ ദ മീറ്റർ കേസ്. ചില കേസിൽ എന്ത് ചെയ്യും? മീറ്ററിൻ്റെ കേസിൻ്റെ മേലെ ഓരോ ടെർമിനൽസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ റേഞ്ചിനും സെപ്പറേറ്റ് ടെർമിനൽസ് കൊടുത്തിട്ടുണ്ടാവും. അതാകുമ്പോൾ നമുക്ക് വേണ്ട ടെർമിനലിൽ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ മൾട്ടി റേഞ്ച് വോൾട്ട് മീറ്ററിൽ റേഞ്ച് സ്വിച്ച് പ്രൊവൈഡ് ചെയ്യും. The resistance of the multiplier should not change with temperature.
മൾട്ടിപ്ലയർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് മാറാനായിട്ട് പാടില്ല. അതായത് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള ഒരു വാല്യൂ ആയിരിക്കണം, ഒരു മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ മൾട്ടിപ്ലയർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. പറയുകയാണെങ്കിൽ മാഗ്നാനിനും അതുപോലെ കോൺസ്റ്റാൻറ്റിനുമാണ് സാധാരണ മൾട്ടിപ്ലയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. കാരണം അതിൻ്റെ കോഎഫിഷ്യൻറ്റ് ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണ്. ഇനി നമ്മളൊരു മൂവിങ് കോയിൽ അമ്മീറ്ററിൻ്റെ റേഞ്ച് എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുക? അമ്മീറ്ററിൻ്റെ റേഞ്ച് വോൾട്ട്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് ആഡ് ചെയ്തെങ്കിൽ അമ്മീറ്ററിൻ്റെ വാല്യൂ നമ്മൾ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് നമ്മൾ ഷണ്ടായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ പാരലായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ഒരു മീറ്ററാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള. ആ മീറ്ററിന് നമ്മൾ ഷണ്ടായിട്ടൊരു ലോ റെസിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സിലത്. നമ്മൾ ആ ഷണ്ട് എന്ന് പറയുമ്പം ടു മെഷർ എ കറണ്ട് ഗ്രേറ്റർ ദാൻ ദാറ്റ് വിച്ച് ദ മൂവിങ് കോയിൽ ക്യാൻ ക്യാരി. മൂവിങ് കോയിലിന് ക്യാരി ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ കറണ്ട് നമുക്ക് മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ലോ റെസിസ്റ്റൻസ് നമ്മൾ ഷണ്ടായിട്ട് ഇൻസ്ട്രുമെൻ്റ് ടെർമിനൽസിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, ഒരു രണ്ട് സർക്യൂട്ട് നമ്മൾ പാരലായിട്ട് രണ്ട് സർക്യൂട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിനെയും ഒരേ വോൾട്ടേജിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ മീറ്ററിന് അക്രോസ് വരുന്ന മീറ്റർ കോയിലിന് അക്രോസ് വരുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണോ അത് തന്നെയായിരിക്കും ഷണ്ടിൻ്റെ കേസിലും വരിക. പാരലൽ കണക്ഷൻ്റെ പ്രോപ്പർട്ടിയാണത്. നമ്മൾ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഷണ്ടായിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിനെ RSH എന്ന് വിളിച്ചു, അതിലൂടെ പോകുന്ന കറണ്ടിന് ISH എന്ന് വിളിച്ചു. മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് RM, അതുപോലെ മീറ്റർ കോയിലിലൂടെയുള്ള കറണ്ടിന് IM, ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ടിന് IM എന്നും വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പിനെ റിലേറ്റ് ചെയ്യാം? മീറ്റർ കോയിലിന് അക്രോസ് വരുന്ന റെസിസ്റ്റൻസ് വോൾട്ടേജ് ഡ്രോപ്പ് IM × RM. ഷണ്ട് റെസിസ്റ്റൻസിന് അക്രോസ് വരുന്നത് വോൾട്ടേജ് ഡ്രോപ്പ് ISH × RSH. ഈ രണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പാരലലി കണക്ട് ചെയ്യുന്ന രണ്ട് റെസിസ്റ്റേഴ്സിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് സെയിം ആയിരിക്കും. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? MC അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷണ്ട് റെസിസ്റ്റൻസ് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് RSH കണ്ടുപിടിച്ചൂടെ? IM നമുക്കറിയാം, മീറ്ററിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് എത്രയാണ് എന്നറിയാം. RM എന്ന് പറയുന്നത് മീറ്റർ കോയിൽ റെസിസ്റ്റൻസ്, അതും നമുക്കറിയാം. നമ്മൾ ഷണ്ടായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഷണ്ടിലൂടെ പോകുന്ന കറണ്ട് എത്രയാണ് എന്നും അറിയാം. ടോട്ടൽ കറണ്ടിൽ നിന്നും IM മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ISH കിട്ടും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? RSHൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ISH എന്ന് പറയുന്നത് I മൈനസ് IM. I എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ടാണ്. ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഷണ്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട്. അസ്യൂം ദാറ്റ് ദ റേഞ്ച് ഓഫ് 1 milliampere 1 meter മൂവ്മെൻറ്റ് ഈസ് ടു ബി എക്സ്റ്റെൻഡ് ടു 10 milliampere. നമുക്കറിയാം, ഇവിടെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷനായിട്ട് നമുക്ക് 1 milliampere ആണ് സാധാരണ മെഷർ ചെയ്യാറുള്ളത്. അപ്പോൾ അതിനെ മീറ്റർ കോയിലിന് നമുക്ക് എന്ത് ചെയ്യണം? 10 milliampere മെഷർ ചെയ്യുന്ന രീതിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. മൂവിങ് കോയിൽ റെസിസ്റ്റൻസ് 27 ohms ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 10 milliampere ആക്കിയിട്ട് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ കറണ്ട് I = 10 milliampere ആണ്. അവിടുത്തെ മീറ്റർ കോയിലിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് എത്രയാണ്? 1 milliampere ആണ്. RM എന്ന് പറയുന്നത് 27 ohms. ISH എങ്ങനെ കണ്ടുപിടിക്കാം? I total മൈനസ് IM, 10 milliampere മൈനസ് 1 milliampere എന്ന് പറയുമ്പോൾ 9 milliampere ആണ്, അതായത് 0.009 ആംപിയർ ആണ് എന്ന് കിട്ടി. RSH എങ്ങനെ കണ്ടുപിടിക്കാം? IM × RM ഡിവൈഡഡ് ബൈ ISH ചെയ്ത് കഴിഞ്ഞാൽ 1 milliampere × 27 ഡിവൈഡഡ് ബൈ 9 milliampere. എത്ര കിട്ടും? 3 ohm ആണ് നമ്മൾ കണക്ട് ചെയ്യുന്ന ലോ റെസിസ്റ്റൻസ്, ഷണ്ടായിട്ട് കണക്ട് ചെയ്യുന്ന ലോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് കണ്ടുപിടിക്കാം. Then the resistance of shunt should not vary due to the temperature. ഇവിടെയും സെയിം സംഭവം തന്നെയാണ്. നമ്മൾ ഷണ്ടായിട്ട് യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെയാണ്? ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസ് വാരി ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഈ കേസിൽ നമ്മൾ മാഗ്നാനിൻ ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിക്കാറുള്ളത്, വിച്ച് ഹാസ് നെഗ്ലിജിബിൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. മൾട്ടി റേഞ്ച് അമ്മീറ്റർ നമ്മൾ വോൾട്ട് മീറ്ററിൻ്റെ മൾട്ടി റേഞ്ച് ഉണ്ടാക്കിയതുപോലെ തന്നെ അമ്മീറ്ററിലും മൾട്ടി റേഞ്ച് അമ്മീറ്റർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. റേഞ്ച് സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഡിഫറെൻറ്റ് ഷണ്ടുകൾ നമ്മൾ ഡിസൈഡ് റേഞ്ചിലുള്ളത് കണക്ട് ചെയ്തിട്ട് റേഞ്ച് സ്വിച്ച് മാറ്റി സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതല്ല എന്നുണ്ടെങ്കിൽ ചില കേസിൽ എന്തായിരിക്കും? മീറ്റർ കേസിൻ്റെ മേലെ സെപ്പറേറ്റ് ആയിട്ടുള്ള കണക്ഷൻ, ഓരോ റെസിസ്റ്റൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ ടെർമിനൽസ് അവൈലബിൾ ആയിരിക്കും.